ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്ക് വരുന്നത് വി കോളർ നെക്കാണ്. ഈ ഒരു മോഡൽ നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സ്റ്റിഫൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാമെന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. 3 മീറ്റർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് മേടിക്കുന്ന തുണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2.5 മീറ്ററാണ് സാധാരണ ഒരു കുർത്തിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കാറുള്ളത്. ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് തുണി എടുക്കേണ്ടത് കേട്ടോ. എനിക്ക് കൂടുതൽ ലെങ്ത്ത് വേണ്ടത് കൊണ്ടാണ് ഞാൻ 2.5 മീറ്റർ തുണി എടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് 4 ഫോൾഡാക്കി മടക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത്താണ്. എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നിങ്ങളത് മാർക്ക് ചെയ്യുക. അതിനെ കൂടി ഒരു 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് നമ്മൾ അടിയിൽ മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി എന്തെങ്കിലും ചുളുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റാക്കി കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ നമ്മൾ മടക്കിയിടുന്നതിന് മുമ്പ് ഒന്ന് അയൺ ചെയ്തെടുത്താൽ അത്ര നല്ലതാണ്. ഇനി നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ് കേട്ടോ. എനിക്കിവിടെ ഷോൾഡർ 6.5 ഇഞ്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13, ടോട്ടൽ എനിക്ക് 13 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഹാഫ് 6.5 ഇഞ്ചാണ്. അതിനെ കൂടി ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടത് 7 ഇഞ്ചാണ് കേട്ടോ. സെയിം തന്നെ ഷോൾഡർ എത്രയാണ് നിങ്ങൾ മാർക്ക് ചെയ്യണത് അത് തന്നെ നമ്മൾ ആം ഹോളാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് എൽ ഷേപ്പിൽ വരച്ചെടുക്കുക കേട്ടോ. ഇത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റിൽ 4-1 എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്രയാണോ തയ്യൽത്തുമ്പ് ഇടണത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ആം റൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യാൻ ഹാഫ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് 1 ഇഞ്ചോളം ഇതുപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ആം റൗണ്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏത് കോളർ നെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ നെക്ക് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആം റൗണ്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ആം റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ആണ്. എനിക്കിവിടെ 12 ഇഞ്ചാണ് സ്ലിറ്റിന് ലെങ്ത്ത് വേണ്ടത്. അതിനെ കൂടി ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 12.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് 6.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി എന്നിട്ട് നമ്മൾ ഈ ഹാഫ് മാർക്ക് ചെയ്തില്ല അവിടെ നിന്നാണ് നമ്മൾ വേസ്റ്റ് ലൈനിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 4-1 എടുത്തിട്ട് 1/2 ഇഞ്ച് ലൂസും കൊടുത്തിട്ട് നിങ്ങൾ എത്രയാണ് ഇവിടെ തയ്യൽത്തുമ്പ് ഇട്ടത് ആ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 1.5 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇടണം കേട്ടോ. നിങ്ങളിപ്പോൾ 12 ഇഞ്ച് മാർക്ക് ചെയ്തില്ല സ്ലിറ്റിൻ്റെ അവിടെ നിന്നാണ് നമ്മളെ ഹിപ്പിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് ഒന്ന് മെഷർമെൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ എത്രയാണോ കിട്ടുന്നത് അതിനെ കൂടി ഒരു 1/2 ഇഞ്ച് കൂടി കൂടുതൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തന്നെ സെയിം തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ എപ്പോഴും 1/2 ഇഞ്ചാണ് എക്സ്ട്രാ കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. ആൻഡ് ഇതുപോലെ ഒരു സ്കെയിൽ എടുത്തിട്ട് ആ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്ക് വിഡ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണത്. ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.25 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് താഴത്തേക്ക് നമ്മൾ ഒരു 8 ഇഞ്ചോ 7.5 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനെ കൂടി ഒരു 1/2 ഇഞ്ചും കൂടി ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.25 ഇഞ്ചിൻ്റെ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 1/4 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ 1/4 പ്ലസ് 1/4 എന്ന് പറയുമ്പോൾ 3/4 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പ് 4 ഇടണത് അപ്പുറം ഇപ്പുറം 4 ഇട്ട് കഴിയുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് കിട്ടും. അപ്പോൾ 3/4 പ്ലസ് 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 1.25 ടോട്ടൽ നമുക്കവിടെ കിട്ടും കേട്ടോ. അതുപോലെ 1/4 മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ വി പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരയ്ക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് നെക്ക് ലെങ്ത് ആണ് കേട്ടോ. ഞാനിപ്പോൾ 1 ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കേർവ് ആക്കി ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ആം റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് നോക്കാനായിട്ട് വിട്ടുപോയി. നമ്മളിത് ആം റൗണ്ട് വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ മെഷർമെൻറ്റ് നോക്കണം. നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തേക്കണ മെഷർമെൻറ്റ് ഇതിനകത്ത് കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ ഫസ്റ്റ് ടൈം. അല്ലെങ്കിൽ ഇറക്കി വരയ്ക്കുക എന്നില്ലെങ്കിൽ കയറ്റി വരയ്ക്കുകയോ ചെയ്യണം കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്നത് ആം റൗണ്ടിൻ്റെ എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് വേണം ബാക്കിയുള്ള മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
ഇനി ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വേണം നമ്മൾ ഇതുപോലെ മെഷർമെൻറ്റ് ആം റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട്. നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തേക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇതുപോലെ മെഷർമെൻറ്റ് ചെയ്ത് നോക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. എനിക്കൊരു 1/4 ഇഞ്ച് ഇറക്കി വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ആം റൗണ്ട് മെഷർമെൻറ്റ് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ബാക്കിയുള്ള മെഷർമെൻറ്റ്സൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ബാക്ക് നെക്ക് ഉൾപ്പെടെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് മുമ്പ് നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ ഒന്ന് നോച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ബേസ് ലൈനും ഹിപ്പ് റൗണ്ടിനൊക്കെ നോച്ച് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ബാക്ക് പാർട്ട് എടുത്തൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് മുമ്പ് നമ്മുടെ ആം റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത ശേഷമുള്ള ആം റൗണ്ട് നിങ്ങൾ മെഷർമെൻറ്റ് എടുത്താൽ മതി, കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ ബോഡിയിൽ നിന്ന് എടുത്തേക്കുന്ന മെഷർമെൻറ്റ് ഓക്കെ. നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 1/4 ഇഞ്ച് ഒക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആം റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. ഫുള്ള് നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ എടുക്കുക കേട്ടോ. എനിക്കിവിടെ 10 ഇഞ്ചാണ് കിട്ടിയത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി വേണം. അപ്പോൾ ടോട്ടൽ 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് നെക്കൊന്ന് വി ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ട മെഷർമെൻറ്റ് എടുക്കുക. അതിന് മുമ്പ് നമുക്കൊന്ന് ഫ്രണ്ട് പാർട്ടിലെ കൈ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ. 1/2 ഇഞ്ചാണ് നമ്മൾ കുഴിച്ച് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതുപോലെ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിക്കൊടുക്കുക. നമ്മൾ തയ്യൽ തുമ്പിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകരുത്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തയ്യൽ തുമ്പ് അവിടെ വരെ 1/2 ഇഞ്ച് കുഴിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അര ഇഞ്ചോ 1/4 ഇഞ്ച് നമുക്ക് കുഴിച്ച് വെട്ടിയെടുക്കാം. ഇനി ബാലൻസ് പീസ് ഉള്ളത് 4ആക്കി മടക്കിയിടുക കേട്ടോ. നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് കൈയുടെ ലെങ്ത്താണ് കേട്ടോ. കൈയാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനെ കൂടി ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എക്സ്ട്രാ. എന്നിട്ട് കൈയുടെ വണ്ണം ഇവിടെ മാർക്ക് ചെയ്യുക. എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി ഒരു 1.5 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. ഇനി 3/4 സ്ലീവാണ്. അപ്പോൾ ഒരു 3.25 അല്ലെങ്കിൽ 3.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം കൈയുടെ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബോഡി പാർട്ടിൽ എത്രയാണോ നിങ്ങൾ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത് അതിനകത്ത് 1 ഇഞ്ചും കൂടി മൈനസ് ചെയ്തിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. ഈ കൈയിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മെഷർ ചെയ്തെടുക്കാം. നമ്മുടെ ബോഡി പാർട്ടിലെ ആം റൗണ്ടിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ വെച്ച് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ഇതുപോലെ നോച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് ആം റൗണ്ട് ഒന്ന് ഇതുപോലെ 1/2 ഇഞ്ച് കുഴിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ 1/4 ഇഞ്ചാണ് കുഴിച്ച് വരച്ച് കൊടുത്തതെന്നുണ്ടെങ്കിൽ ബോഡി പാർട്ടിൽ ഇവിടെ 1/4 ഇഞ്ച് തന്നെ കുഴിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പാർട്ടെന്ന്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ടത് നെക്കാണ്. നെക്കിൻ്റെ ആ ബാൻഡ് സ്റ്റിച്ച് ചെയ്യില്ലേ, കോളർ വി കോളർ ഷേപ്പില്ലേ, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണത് കേട്ടോ. 1.25 ഇഞ്ച് വീതിയിലുള്ള ഒരു ബാൻഡാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് വൺ സൈഡിൽ വേണം. അപ്പോൾ 1.5 + 1.5 3 ഇഞ്ച്. അതുപോലെ 3 ഇഞ്ച് ഞാൻ വീതിയിലുള്ള ബാൻഡാണ് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഈ നീളം എന്ന് പറയുന്നത് നമ്മൾ ക്രോസ് ചെയ്ത് വി നെക്ക് വെട്ടിയില്ല, അതിൻ്റെ മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടി പ്ലസ് ഒരു 10 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നീളം മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ വേണം, ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പം മടക്കി വെക്കുമ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് കിട്ടും. എനിക്ക് 1.25 ഇഞ്ചാണ് ബാൻഡ് വേണ്ടത്. 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇതുപോലെ മടക്കി അടിക്കുമ്പോൾ 1.25 കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മളെല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ, ബോഡി പാർട്ട്, ഫ്രണ്ട് പാർട്ട്, ബാക്ക് പാർട്ട്, പിന്നെ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ബാൻഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ബോഡി പാർട്ട്, ബാക്ക് ബോഡി പാർട്ടും കൂടി ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ആദ്യം വേണ്ടത് കേട്ടോ. ഇതുപോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി 1/2 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 1/2 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക 1/2 ഇഞ്ചിൽ രീതിയിൽ. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി നെക്കാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഇനി നെക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ അടിയിൽ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ കോണിൽ നിന്ന് സൈഡിൽ ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബാൻഡ് കട്ട് ചെയ്തില്ലേ, ആ ബാൻഡ് ഇതുപോലെ ഒന്ന് ഇച്ചിരി കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/4 ഇഞ്ച് വീതിയിൽ ഇത് ചുറ്റിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ദെൻ പോർഷൻ എത്തുമ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ 1/4 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് സ്ലോപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആ 1/4 ഇഞ്ച് നമ്മൾ വരച്ചില്ലേ അവിടെ വരെ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് ആ 2 പീസും ബാക്കിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തുമ്പത്തായിട്ട് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചുറ്റിനും ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നെക്ക് 2 സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് 2 സൈഡും ജോയിൻ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ഇട്ട് വരച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ സിഗ്നൽസൊക്കെ ഇട്ടിട്ടില്ലേ, അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇത് ഇവിടെ ഈ ഹിപ്പിൻ്റെ അവിടെ വരെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. 2 സൈഡ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഹിപ്പിൻ്റെ അവിടെ കുത്തി നിർത്തിയിട്ട് റിട്ടേൺ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി സ്ലിറ്റാണ് കേട്ടോ നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. 1/2 ഇഞ്ച് വീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കുക. എന്നിട്ടൊരു പിന്നൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ പിന്നൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പിന്നൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ ഹിപ്പിൻ്റെ ആ പോർഷൻ എത്തുമ്പോഴത്തേക്കും ഒരു 1.5 ഇഞ്ചല്ലേ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടേക്കണം. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് മടക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിൻ ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ബോക്സ് പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഹിപ്പിൻ്റെ മേളിൽ നിന്ന് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചെങ്കിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത പോലെ ഇതുപോലെ താഴത്തേക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. ഇത് പിൻ ചെയ്ത് കൊടുത്ത് ഞാൻ സ്ലിറ്റ് കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും. അതായത് അടിയിൽ ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി അടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഇനി അയൺ ചെയ്തൊന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്